ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. ഇതിൽ ഒരു തുള്ളി എണ്ണ പോലും ചേർക്കുന്നില്ല. എണ്ണയ്ക്ക് പകരം വേറൊരു ഇൻഗ്രീഡിയൻസാണ് ഇതിലോട്ട് ചേർക്കുന്നത്. അതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നമുക്ക് നോക്കാം. ചിക്കൻ ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 3/4 കിലോ ചിക്കനാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കാനുള്ളത് ചില്ലി ഫ്ലെക്സ് ആണ്. അത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ചേർത്താൽ മതിയാകും. അത് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തതായി ചേർക്കുന്നത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയാണ്, ചതച്ചതാണ് ചേർക്കുന്നത്. അതിലോട്ട് തന്നെ കുറച്ചൊരു 10-20 ചെറിയ ഉള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെറിയ ഉള്ളിക്ക് പകരം സവാള വേണമെങ്കിലും ചേർക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്കിത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി പാൻ അടുപ്പിൽ വയ്ക്കാം. ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ് തേങ്ങാപ്പാലാണ്. നല്ല കട്ടി ഒരു ഗ്ലാസ് തേങ്ങാപ്പാലാണ് ഇത് ചേർക്കുന്നത്. 1/2 മുറി തേങ്ങയുടെ പാലാണ്. ഇതിലോട്ട് നമുക്ക് മസാല തേച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ വെച്ച് കൊടുക്കാം. തേങ്ങാപ്പാൽ ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. എല്ലുള്ളതോ ഇല്ലാത്തതോ ഏത് പീസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ചിക്കൻ ഫ്രൈക്ക് എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിനെ ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ, തീരെ കുറയാനും പാടില്ല കൂടാനും പാടില്ല, മീഡിയം ഫ്ലെയിമിൽ നമുക്കൊരു 15 മിനിറ്റ് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. അടപ്പുകൊണ്ട് അടച്ച് നമുക്കൊരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് ചിക്കൻ എന്തായെന്നൊന്ന് നോക്കാം. തേങ്ങാപ്പാലൊക്കെ ഒരു 1/4 ഭാഗത്തോളം വറ്റി അതിലോട്ട് ചേർന്നിട്ടുണ്ട്. ഈ സമയം ഞാനിവിടെ ഇതിലോട്ട് 2 ടൊമാറ്റോ, 2 പച്ചമുളക്, ഒരു ചെറിയ സവാള ഇത് ഇത്രയും ഒന്ന് നീളത്തിനരിഞ്ഞ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ചേർത്താൽ മതിയാകും. ഇതും കൂടി ഇതിൽ കിടന്ന് ഒന്ന് നല്ലതുപോലെ മൊരിഞ്ഞ് കിട്ടാനാണ്. ഇനി നമുക്ക് ഇത് അടപ്പ് കൊണ്ട് കവർ ചെയ്യേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ ഇത് നല്ലതുപോലെ ഫ്രൈ ആയി വരും. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ. എണ്ണയിലിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതിനേക്കാൾ കുറച്ച് സമയം കൂടെ എടുക്കും ഇത് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടി. എണ്ണയില്ലാതെ നമ്മൾ തേങ്ങാപ്പാലല്ലേ ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. 5 മിനിറ്റിന് ശേഷം കുറേ കൂടെ ഒന്ന് ക്ലിയറായി വരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ സമയം ഞാനിവിടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏതാണ്ട് നമ്മുടെ ചിക്കൻ ഫ്രൈ തയ്യാറാകാറായിട്ടുണ്ട്. ഞാനിത് നല്ലതുപോലെ ഒന്ന് കറിവേപ്പിലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുന്നു. ചിക്കൻ ഫ്രൈ ഏതാണ്ട് നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ് ഈ ചിക്കൻ ഫ്രൈ കഴിക്കാൻ വേണ്ടി. ഇതിൻ്റെ അരപ്പ് മസാലയൊക്കെ ഇതിൽ ചേർന്നിരിക്കുന്നതൊക്കെ വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിലൊന്ന് ഓണാക്കുക.